ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ പെയർ ഓഫ് ഇക്വേഷൻസ് അഥവാ സമവാക്യ ജോഡികളുടെ രണ്ടാമത്തെ ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പേജ് നമ്പർ 10 1ഉം 3ഉം ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇവിടെ ആദ്യം നമുക്ക് 4ാമത്തെ ചോദ്യം ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ വയർ 3.5 meters long ഈസ് ടു ബി കട്ട് ഇൻറ്റു 2 pieces with one piece bent into a square and the other into an equilateral triangle. The lengths of the sides of both must be the same. How should the wire be cut? അതായത് 3.5 മീറ്റർ നീളമുള്ള കമ്പി രണ്ടായി മുറിച്ച് ഒരു കഷ്ണം വളച്ചൊരു സമചതുരവും മറുകഷ്ണം വളച്ചൊരു സമഭുജ ത്രികോണവും ഉണ്ടാക്കണം. രണ്ടിൻ്റെയും വശങ്ങൾക്ക് ഒരേ നീളമായിരിക്കണം. എങ്ങനെ മുറിക്കണം? അതായത് 3.5 മീറ്റർ നീളമുള്ള ഒരു വയറിനെ ഒരു സ്ക്വയറും ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളും ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് രണ്ടായിട്ട് മുറിക്കുന്നു. 3.5 മീറ്റർ നീളമുള്ള ഒരു കമ്പിയെ രണ്ടായിട്ട് മുറിച്ചിട്ട് ഒരു സമചതുരവും ഒരു സമഭുജ ത്രികോണവും ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ആ സമചതുരത്തിൻ്റെയും സമഭുജ ത്രികോണത്തിൻ്റെയും വശങ്ങളുടെ നീളം തുല്യമാകണം എന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ഒരു സമചതുരം എന്ന് പറയുമ്പോൾ 4 വശങ്ങളും തുല്യമാണ്. അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എക്സ് എന്നെടുത്താൽ അതേ എക്സ് തന്നെ ആയിരിക്കണം ആ സമഭുജ ത്രികോണത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളവും. സ്ക്വയറിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണെന്നറിയാം. ഒരു സൈഡ് എക്സ് എടുത്താൽ എല്ലാ സൈഡും എക്സ് ആയി. അതേ എക്സ് തന്നെ ആയിരിക്കണം ആ ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ് ലെങ്ത്തും. അപ്പോൾ ഇവിടെയും എല്ലാം എക്സ് തന്നെ ആയാലും അപ്പോൾ ഓരോ സൈഡും എക്സ് എന്ന് എഴുതാമല്ലോ. എക്സ് മീറ്ററാണ് യൂസ് ചെയ്തത് നമുക്ക് എഴുതാം. അപ്പോൾ ആകെ എത്ര എക്സ് വന്നിട്ടുണ്ട്? ഇവിടെ 4 എണ്ണവും ഇവിടെ 3 എണ്ണവും. അപ്പോൾ എക്സ് മീറ്ററാണ് സൈഡ് ലെങ്ത്ത്. ഈ 7 എണ്ണം കൂടെ കൂട്ടുമ്പം 7x എന്ന് കിട്ടിയല്ലോ. ആ 7x ആണല്ലോ ആകെയുള്ള 3.5 മീറ്റർ. ശരിയാണോ? എക്സ് എന്ന് പറയുന്നത് സൈഡ് ലെങ്ത് ആണ്. എക്സ് ബി ദ സൈഡ് ലെങ്ത്. അപ്പോൾ 7 എണ്ണം കൂടെ കൂട്ടിയപ്പോൾ 3.5 മീറ്ററായി. ഈ 3.5 നമുക്ക് എങ്ങനെ എഴുതാം? 2 3s are 6, 6 + 1 7 എഴുതാമല്ലോ. ഒരു ഭിന്നസംഖ്യ രൂപത്തിലാക്കണം അല്ലേ? മിശ്രഭിന്നമാണ്, അതിനെ ഭിന്നസംഖ്യ രൂപത്തിലാക്കുന്നത്. ഈ ഛേദത്തിന് ഈ 3 കൊണ്ട് ഗുണിക്കുക. 2 × 3 6, 6ഉം 1ഉം 7 കൂട്ടുകയാണ് ചെയ്യേണ്ടത്. ആദ്യത്തേത് ഗുണിക്കണം, പിന്നെ കൂട്ടണം. മനസ്സിലായോ? അപ്പോൾ 7x = 7 ഈ സെയിം ഡിനോമിനേറ്റർ ഛേദം എഴുതുക. നമുക്ക് എക്സ് ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. എക്സ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ 7 ÷ ഈ ഗുണിച്ചിരിക്കുന്നതിനെ താഴേക്ക് കൊണ്ടുവരണം, ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരണം. ഡിനോമിനേറ്ററിൽ ഓൾറെഡി ഒരു 2 ഉണ്ട്, അതിൻ്റെ കൂടെ 7ഉം കൂടെ കൊണ്ടുവരിക. ഈ മുകളിൽ ഇവിടെ ഉള്ള മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് ഡിവൈഡ് ചെയ്തു കണ്ടോ, ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഈ 7ഉം 7ഉം കൂടെ ക്യാൻസലായിട്ട് 1/2 എന്ന് കിട്ടുമല്ലോ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എത്ര മീറ്ററായി? 1/2 മീറ്ററാണ്. അപ്പോൾ സൈഡ് ലെങ്ത് എത്ര കിട്ടി? 1/2 മീറ്റർ. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എങ്ങനെ മുറിക്കണം എന്ന്. ഈ ടോട്ടൽ 3.5 മീറ്ററിന് എങ്ങനെ മുറിച്ചാലാണ് നമുക്ക് ഇങ്ങനെ ഈ ഒരു സ്ക്വയറും ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ സൈഡ് ലെങ്ത് 1/2 മീറ്റർ ആണെങ്കിൽ 4x എത്ര വരും? 4x = 4 × 1/2 അല്ലേ? അപ്പോൾ 4ഉം 2ഉം കൂടെ കട്ട് ചെയ്ത് പോയാൽ 2 വരും. ഇപ്പോൾ 2 മീറ്റർ. അല്ലെങ്കിൽ ഓർത്താൽ മതി, ഇത് ഹാഫാണ്. 1/2 + 1/2 1, 1 + 1/2 1.5, 1.5 + 1/2 2. അര വെച്ചിട്ട് 4 വശം കൂടെ കൂട്ടണ്ടേ. അപ്പോൾ 4 എണ്ണം അര വരുമ്പോൾ 2 മീറ്റർ. ഇനി 3x 3 എണ്ണം വേണ്ടേ. 3x = അല്ലെങ്കിൽ നമുക്കറിയാവുന്ന എന്താണ്, ഈ 3x ഇങ്ങനെ കണ്ടുപിടിച്ചില്ലേലും കുഴപ്പമില്ല, ബാക്കി എത്രയാണെന്ന് നോക്കിയാൽ പോരെ. നമ്മൾ 2 മീറ്റർ മുറിച്ചു. 2 മീറ്റർ മുറിച്ചു കഴിഞ്ഞാൽ ബാക്കി എത്രയും കൂടെ ഉണ്ട്? 1.5 മീറ്ററും കൂടെ ഉണ്ട് അല്ലേ? അപ്പോൾ 3 × 1/2, 3 × 1/2 അത് എത്രയാണ്? 3/2 അല്ലേ? 3/2 എന്ന് പറയുന്നത് 1.5 മീറ്റർ. 3/2 കിട്ടിയത് എങ്ങനെയാണ്? 3 × 1 3/2. അപ്പോൾ 1.5 മീറ്റർ അല്ലേ? ഈ 3/2നെ 1.5 ആയിട്ട് കിട്ടിയത് എങ്ങനെയാണ്? 3നെ 2 കൊണ്ട് ഹരിച്ചാൽ മതി. ഒരു പ്രാവശ്യം മിച്ചം 1. അപ്പോൾ ആ 1.5 മീറ്റർ. അല്ലെങ്കിൽ 2ഉം കൂടെ കൂട്ടുമ്പോൾ 3.5 കിട്ടണം. അപ്പോൾ 2 മീറ്റർ ആയിട്ടും 1.5 മീറ്റർ ആയിട്ടുമാണ് മുറിച്ചത്. മനസ്സിലായല്ലോ? ഇനി 5ാമത്തെ ചോദ്യം ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ എ ക്ലാസ് there are 4 more girls than boys.
One day when only 8 boys were absent, the number of girls was twice the number of boys. How many boys and girls are there in the class? അതായത് ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളെക്കാൾ 4 പെൺകുട്ടികൾ കൂടുതലുണ്ട്. 8 ആൺകുട്ടികൾ മാത്രം വരാതിരുന്ന ഒരു ദിവസം ആൺകുട്ടികളുടെ 2 മടങ്ങ് പെൺകുട്ടികളായി. ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളും എത്ര ആൺകുട്ടികളും ആണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു ടേബിൾ വരച്ചിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്യാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളെക്കാൾ 4 പെൺകുട്ടികൾ കൂടുതലുണ്ട്. അപ്പോൾ പെൺകുട്ടികളാണ് കൂടുതൽ. അപ്പോൾ ആരുമായിട്ടാണ് ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത്? ആൺകുട്ടികളുടെ എണ്ണവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആൺകുട്ടികളുടെ എണ്ണത്തിനെ എന്തെന്ന് എടുക്കാം? നമുക്ക് എക്സ് എന്നെടുക്കാം. മനസ്സിലായോ? അപ്പോൾ പെൺകുട്ടികൾ എത്രയായി? 4 കൂടുതലാണെന്ന് പറഞ്ഞപ്പോൾ x+4 ആയി. ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ട്? എക്സ് ആൺകുട്ടികളും പെൺകുട്ടികളും കൂടെ ചേർന്നാണല്ലോ ക്ലാസ്സിലെ ടോട്ടൽ എണ്ണം. അപ്പോൾ x+x+4 അല്ലേ? x+x+4. ഈ ആൺകുട്ടികളുടെ എണ്ണം ആദ്യം എഴുതി എക്സ്, പെൺകുട്ടികളുടെ എണ്ണം രണ്ടാമത് എഴുതി. എക്സും എക്സും കൂടെ കൂട്ടുമ്പോൾ 2x ആയി +4. മനസ്സിലായല്ലോ? ഇനി ഒരു ദിവസത്തെ കാര്യമാണ് പറയുന്നത്. ആ 1 ഡേ, ഒരു ദിവസം എന്താ സംഭവിക്കുന്നത് നമുക്ക് ഈ കോളത്തിൽ എഴുതാം. 8 ആൺകുട്ടികൾ വന്നില്ല. ആകെ എത്ര ആൺകുട്ടികളാണ് ഉള്ളത്? ആകെ എത്ര ബോയ്സാണ് ഉള്ളത്? എക്സ് ആണുള്ളത്. അതിൽ 8 കുട്ടികൾ ബോയ്സ് വന്നില്ല എന്ന് പറയുമ്പോൾ എന്താവും? എക്സ് എന്തായി മാറും? x-8 ആയി മാറും. അപ്പോൾ പെൺകുട്ടികളുടെ എണ്ണം ഇതിൻ്റെ ഡബിളാണ്, ഇതിൻ്റെ ട്വൈസ് ആണ്, ഇരട്ടിയാണ്. അപ്പോൾ x-8 ആണ് അന്നത്തെ ദിവസം ബോയ്സിൻ്റെ എണ്ണമെങ്കിൽ അതിൻ്റെ ട്വൈസ് 2 ടൈംസ് x-8 ആണ് അന്നത്തെ ദിവസം ഗേൾസിൻ്റെ എണ്ണം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെയും നമുക്ക് ടോട്ടൽ കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെ ഈ ദിവസം എത്ര ബോയ്സ് ആബ്സെൻ്റ് ആയത്? എത്ര പേര് ആബ്സെൻ്റ് ആയത്? 8 ബോയ്സ് ആണ് ആബ്സെൻ്റ് ആയത്. മനസ്സിലായല്ലോ? 8 ബോയ്സ് ആബ്സെൻ്റ് ആണ്. ഇനി അന്നത്തെ ദിവസത്തെ ടോട്ടൽ നമുക്ക് നോക്കാം. വർക്കിങ്ങിന് കുറച്ച് സ്പേസ് വേണ്ടതുകൊണ്ട് താഴോട്ട് എഴുതാം. അപ്പോൾ 2 ടൈംസ് x-8 ആണ് ഗേൾസിൻ്റെ എണ്ണം അന്നത്തെ ദിവസത്തെ ബോയ്സിൻ്റെ എണ്ണം x-8 ആണ്. അതാണ് അന്നത്തെ ദിവസത്തെ ആകെ കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ 2 ടൈംസ് എക്സ് 2x മൈനസ് 2 × 8 16 വന്നു പ്ലസ് x-8 ആണല്ലോ. ഇനി എക്സ് ഉള്ളതെല്ലാം കൂടെ കൂട്ടാം. 2x + x 3x ആയി. -16 - 8 എന്ന് പറയുന്നത് -24 ആണ്. അപ്പോൾ ഈ 3x - 24 ആണല്ലോ ഈ ദിവസത്തെ ടോട്ടൽ. 3x - 24. പക്ഷേ അന്നത്തെ ദിവസം എത്ര കുട്ടികൾ ആബ്സെൻ്റ് ആയി? 8 ബോയ്സ് ആബ്സെൻ്റ് ആയി. അപ്പോൾ ആ 8 പേരെയും കൂടെ ഇവിടെ ആഡ് ചെയ്താൽ ഇത് തന്നെ ആകണമല്ലോ. മനസ്സിലായോ? ഇവിടെ 8 കുട്ടികൾ ആബ്സെൻ്റ് ആണ്. ഇതാണ് ശരിക്കുമുള്ള ടോട്ടൽ അറ്റൻഡൻസ്. അപ്പോൾ ശരിക്കുമുള്ള ടോട്ടൽ അറ്റൻഡൻസ് എന്ന് പറയുന്നത് കിട്ടണമെങ്കിൽ ഈ 3x - 24ൻ്റെ കൂടെ ഈ 8 ബോയ്സ് ആബ്സെൻ്റ് ആയ 8 ബോയ്സിനെ കൂടെ കൂട്ടുമ്പോഴാണ് 2x + 4 കിട്ടുന്നത്. ഇത് മനസ്സിലായോ? ഈ 8 വന്നത് എങ്ങനെയാണ്? ഈ 8 വന്നത് ആബ്സെൻ്റ് ആയ 8 ബോയ്സാണ്. അവരെ കൂടെ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുമ്പോൾ ടോട്ടൽ കുട്ടികളുടെ എണ്ണമായി ആ ക്ലാസ്സിലെ. അതാണല്ലോ 2x + 4. ഇനി ഇത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ 3x അതുപോലെ എഴുതി. -24 + 8 ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവുമാണ് അല്ലേ? 24ൽ നിന്ന് 8 കുറയ്ക്കുക. 24ൽ നിന്ന് 8 കുറയ്ക്കുമ്പോൾ 16. അപ്പോൾ -16 = 2x + 4 എന്ന് വന്നു. ഇനി എക്സ് എല്ലാം കൂടെ ഒരു വശത്തേക്ക് കൊണ്ടുവരിക. ഇവിടെ ഓൾറെഡി 3x ഉണ്ട്. ഈ 2x പോസിറ്റീവാണ്. ഇത് ഇപ്പുറത്ത് വരുമ്പോൾ -2x ആകും. ഇവിടെ ഓൾറെഡി 4 ഉണ്ട്. ഈ -16 അപ്പുറത്തേക്ക് വരുമ്പോൾ +16 ആയി. 3xൽ നിന്ന് 2x പോകുമ്പോൾ x ആയി. 1x അത് തന്നെയാണ് x. x = 20 എന്ന് കിട്ടി. അപ്പോൾ x ആരുടെ എണ്ണമാണ്? ബോയ്സിൻ്റെ എണ്ണമാണ്. അപ്പം നമ്പർ ഓഫ് ബോയ്സ് = 20 എന്ന് കിട്ടിയല്ലോ. ആൺകുട്ടികളുടെ എണ്ണം 20 എന്ന് കിട്ടി. ഇനി അതിനേക്കാളും 4 കൂടുതലല്ല പെൺകുട്ടികളുടെ എണ്ണം. അപ്പം നമ്പർ ഓഫ് ഗേൾസ്
ഈക്വൽ ടു 20 + 4 = 24. അപ്പോൾ പെൺകുട്ടികൾ എത്രയായി? 24ആയി.